ഇന്നത്തെ പ്രിയതാരം ജാഫർ ഇടുക്കിയുമായിട്ട് ഇക്കയ്ക്ക് നല്ലൊരു ബന്ധമാണെന്ന് അറിയാം. എന്താണ് ആ രഹസ്യ ബന്ധത്തിനുള്ള ഒരു കാര്യം? ജാഫർ, ഞാൻ ജോക്സിന്റെ പരിപാടി നടക്കുമ്പോൾ അന്ന് ഇടുക്കി രാജ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് എൻ്റെ ട്രൂപ്പിൽ. അപ്പോൾ ഇടുക്കി രാജിനോട് ഇടക്ക് തൊടുപുഴ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പ്രോഗ്രാമിന് വരുമ്പോൾ കൂടെ വന്ന ഒരു ചെറിയ മനുഷ്യനാണ് അസിസ്റ്റന്റ്. മെലിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഒരു വലിയ ഒരാൾ. അപ്പോൾ ഇവന് ഭയങ്കര തമാശയാണ്. അപ്പം ഞാൻ ഈ തമാശകളൊക്കെ ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് നമ്മുടെ ആൾ പോലെ സൗണ്ടിൽ, അതുപോലെ കട്ടൻ കട്ടണ കാര്യങ്ങളിൽ പ്രോപ്പർട്ടീസ് എടുത്ത് മാറ്റണം, എല്ലാത്തിനും ജാഫറുണ്ട്. അങ്ങനെ ജാഫറായിട്ട് തോന്നി. പിന്നെ ഭയങ്കര ഇൻറ്റിമസി. എൻ്റെ ഒരാളായി ജാഫർ. അവന് ഞാനും പ്രിയപ്പെട്ട ഒരാളായി. അങ്ങനെ ജോക്സിൻ്റെ ഒരു മെയിൻ ആർട്ടിസ്റ്റായി. മെയിൻ ആർട്ടിസ്റ്റ് എന്നല്ല, മെയിൻ ഹ്യൂമർ. ഷിയാസ് പോയപ്പോൾ പകരക്കാരൻ ജാഫറാവും. ഷിയാസിൻ്റെ മുകളിൽ ചെയ്തു ജാഫർ. അത് മാത്രമല്ല, ഷിയാസ് പാട്ട് പാടുമായിരുന്നു, ജാഫറും അസലായിട്ട് പാടും. മിസ് ഗാനമേള മിസ് ഗാനമേളയിലെ പാട്ടുകാരനൊക്കെ ആയിരുന്നു ജാഫർ. പിന്നെ അങ്ങനെ പ്രിയപ്പെട്ടവനെ എല്ലാ കാര്യങ്ങളും ജാഫർ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറയും. അത്ര ഇഷ്ടം എനിക്കറിയാം. ഈ നമ്മുടെ റെസ്റ്റോറൻറ്റ് വീണ്ടും ടെൻഷൻ ആവുന്നില്ല, റെസ്റ്റോറൻറ്റിന്റെ കാര്യങ്ങളിലെല്ലാം ജാഫറിന്റെ ഉണ്ടായിരുന്നു. ജാഫറിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ജാഫറിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനിനി കാരണം വിട്ടു പോകണമെങ്കിൽ ജോക്സിനെ നിർത്തണോട്ടെ, കല പോയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 97-ആണെന്ന് തോന്നി ഞാൻ ജോക്സിനെ നിർത്തിയപ്പോഴാണ് ജാഫർ പോണേ. പിന്നെ ജാഫർ എനിക്കാണ് അബിയുടെ ട്രൂപ്പിൽ പോയെന്ന് സാഗറിൽ പോയി. അതിപ്പോൾ ജാഫറിനൊരു ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്ത് ഹ്യൂമർ കലർത്തി പറയുള്ളവൻ. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് എൻ്റെ ലാൻഡ് ഫോണിൽ ഒരു കോൾ വരികയാണ്. ഇപ്പം ഞാൻ ജാഫറാണേ, ഇപ്പം എനിക്കൊരു ഉപകാരം ചെയ്യണം, ഞാൻ അബിക്കാടെ ട്രൂപ്പിൽ നിന്ന് പോകുന്നു, അപ്പോൾ എനിക്ക് നല്ല ട്രൂപ്പിൽ കയറണം, എനിക്ക് ഒന്ന് വിളിച്ചു പറയുമൊക്കെ അച്ഛനെ ആ പേലച്ചൊന്ന് വിളിച്ചു പറയാം കലാഭവനിലേക്ക്. ഞാൻ പറഞ്ഞു അതിനെന്താ നിനക്ക് വേണ്ടി പറഞ്ഞു, പിന്നെ ആർക്കാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ കട്ടിയിട്ട് അപ്പം തന്നെ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, റൈമാൻ്റെ ട്രൂപ്പിലുള്ള ആളാണെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം, പറഞ്ഞു വിട്ടോ എന്ന് പറയും, ഒരാളെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ ജാഫറിനെ വിളിച്ച് പറഞ്ഞ്, എടാ 2 മണിയാകുമ്പോൾ അങ്ങോട്ട് ചെന്നോ, അച്ഛൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 6 മണിയായപ്പോഴേ മനോജ് എനിക്കൊരു കോള് വരെ ലാൻഡ് ഫോണിൽ. ഞാൻ ഫോൺ എടുത്ത്, ഹലോ മിസ്റ്റർ കലാഭവനാണോ? ഞാൻ പറഞ്ഞ അതെ, ഞാൻ കലാഭവൻ ജാഫറാണ്. കയറിയിട്ട് 1 മണിക്കൂറായുള്ളൂ. അപ്പോഴേക്ക് പേര് മാറ്റിയുള്ളൂ. അതാണ് ജാഫർ. ജോക്സ് ഇന്ത്യ നടത്തിയപ്പോഴുള്ള അനുഭവം എങ്ങനെയാണ്? ജോക്സ് ഇന്ത്യ നല്ല രീതിയിൽ പോയ ട്രൂപ്പായിരുന്നു. കലാഭവനിൽ നിന്ന് പോന്നിട്ട് കലാഭവനോട് മത്സരിക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ തന്നെ കലാഭവൻ്റെ അടുത്തൊക്കെ ഇവിടെ വന്ന് പോയൊരു ട്രൂപ്പ് എന്നൊക്കെ വേണ്ടി പറയാം. നമ്മൾ ജോക്സിൻ്റെ ഗൾഫ് ട്രിപ്പിന് അന്ന് പോയിട്ടുണ്ട്. അന്നൊക്കെ ഗൾഫ് ട്രിപ്പ് കുറവുള്ള കാലഘട്ടമാണ്. അതെ, നമ്മുടെ കണ്ണൻ ഒക്കെ എൻ്റെ ട്രിപ്പിലുണ്ടായി. കണ്ണൻ, സാഗർ, പിന്നെ ജാഫർ അങ്ങനെ കൂടി പോയാന്ന് ഗൾഫിൽ. ജാഫറാണ് അതിൻ്റെ ഒരു മെയിൻ ആള്. ജാഫറിൻ്റെ ഈ ആൾക്കാരെ പിന്നെ ഈ കോമഡി പറഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ എത്തിച്ചിട്ട്. അപ്പം അപ്പം ഒരുപാടുണ്ട്. ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ജാഫർ അവിടെ ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം മിമിക്സ് ബാറായിരുന്നു. മിമിക്സ് ബാർ ചിരിയുദ്ധം. അപ്പോൾ അവിടെ ജോക്സിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പുറത്ത്. ഞാൻ ആ മലേഷ്യ ടൂറിസ്റ്റ് ക്യാമ്പിലാണല്ലോ, അവിടെ അങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റായിട്ട് ബോർഡുണ്ട്, മിമിക്സ് ബാറെന്ന്. അപ്പോൾ ഒരു ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. ഇവർ കഥയും പറഞ്ഞ് ഇവിടെ ഇരിക്കും, ജാഫറും രാജനും രാജേഷൊക്കെ കണ്ണനൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മിമിക്സ് ബാർ എന്നുള്ള ബോർഡ് കണ്ടിട്ട് ഒരു കണ്ടുപിടിയും വന്നിട്ട് ബാറാണെന്ന് വായിച്ച് പുള്ളി എവിടെ നിന്ന് അടിച്ചിട്ട് വരെ രാത്രി 10-10:30 മണിയായപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞ് പറയണേ. പിറ്റേ ദിവസം ഇവർ പറയണതാ. വന്നിട്ട് ഇയാൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് കിട്ടുമോ ചോദിച്ചു. അപ്പോൾ ജാഫർ മനസ്സിലായി ഇത്. അപ്പോൾ ഈ അവിടെ നിന്ന് ആ വ്യൂവിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ കോറിഡോറിൽ അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അവിടെ ആ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ഫ്രിഡ്ജാണ്, ചകിരി അതാണ്ട് കയറ്റി വെച്ചേക്കണം. പിന്നെ അവിടെ മിനറൽ വാട്ടറിന് കുപ്പി അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി ഇയാൾ ഫിറ്റാന്ന് ജാഫറിന് മനസ്സിലായി. അപ്പോൾ ഇയാൾ ഞാൻ നോക്കട്ടെ, മാനേജർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പറഞ്ഞു. ജാഫർ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിക്കുമ്പോട്ടെ കാണിച്ചിട്ട് വന്നിട്ട് അനുറങ്ങിയിട്ട്, ചേട്ടാ ബ്രാൻഡി വിസ്കിയൊന്നുമില്ല, ജിന്നടിക്കുക കേട്ടോ. ജിന്ന്? ആ പിന്നെന്താ, അതെ എനിക്ക് ഓൾറെഡി ചെറിയ ഫിറ്റാണ്. 100 രൂപ വേണമെന്ന് പറഞ്ഞു പക്കിന്. അതിനായിട്ട് 20 രൂപയായിട്ടുള്ളൂ പറഞ്ഞു. പുള്ളി കുടിക്കാനുള്ള ആസക്തി മൂത്തിട്ട് എടുത്തു കൊടുത്ത് ജാഫർ നേരെ പോയിട്ട് അവിടെ ഇരിക്കണം കുപ്പിയിൽ നിന്ന് ഒരു പെഗ് ഒഴിച്ചിട്ട് മറ്റേ കുപ്പിയിൽ നിന്ന് മിനറൽ വാട്ടർ, 2 മിനറൽ വാട്ടറാ. വേഗം കുടിക്കുന്നു പറഞ്ഞു. ഒറ്റ വരി കടിച്ചിട്ട് സാധനം പോയി. പച്ചറോട് വെച്ചോട് 100 രൂപ അടിച്ചവൻ. ഇതാണ് ജാഫർ. ജാഫറിന് ഇങ്ങനെയുള്ള പരിപാടികൾ